നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികൾ നാട്ടിലേക്ക് പണം അയക്കുന്ന രീതിയിൽ ചില മാറ്റങ്ങൾ വന്നേക്കുമെന്ന് വിലയിരുത്തൽ. രൂപയുടെ മൂല്യത്തിൽ വലിയ മാറ്റം വന്ന സാഹചര്യത്തിലാണിത്. ഡോളർ കരുത്ത് കുറയുകയും ദിർഹം രൂപ മൂല്യത്തിലുള്ള വ്യത്യാസം ചുരുങ്ങുകയും ചെയ്തതോടെ പ്രവാസി പണത്തിന് കഴിഞ്ഞ ദിവസങ്ങളിലെ അത്ര മൂല്യം കിട്ടില്ല. ശമ്പളം കയ്യിലെത്താൻ ഏതാനും ദിവസങ്ങൾ കൂടി നിൽക്കുമ്പോഴാണ് ഈ മാറ്റം. ഇസ്രായേലും ഇറാനും തമ്മിൽ വെടിനിർത്തൽ ധാരണയിൽ എത്തിയെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം വന്നതോടെയാണ് വിപണിയിൽ പൊടുന്നനെ മാറ്റം സംഭവിച്ചത്. സ്വർണ്ണവില കുറഞ്ഞു, ഓഹരി വിപണി സജീവമായി, ക്രൂഡ് ഓയിൽ വില കുറഞ്ഞു, ഡോളർ കരുത്ത് ചോർന്നു, ഇന്ത്യൻ രൂപ മെച്ചപ്പെട്ടു തുടങ്ങിയ മാറ്റങ്ങളാണ് മണിക്കൂറുകൾക്കകം പ്രകടമായത്. കഴിഞ്ഞ ദിവസം ദിർഹം രൂപ വിനിമയ മൂല്യം 23.61 ആയിരുന്നു എങ്കിൽ ഇന്ന് 23.42 കുറഞ്ഞു. ഇതോടെ യുഎയിൽ നിന്ന് നാട്ടിലേക്ക് പണം അയക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ലഭിച്ച തുക കിട്ടില്ല. 99-ലെത്തിയ ഡോളർ സൂചിക ഇപ്പോൾ 97 വരെ ഇടിഞ്ഞു. ഇതാണ് രൂപയ്ക്ക് കരുത്ത് വർദ്ധിപ്പിക്കാൻ സഹായിച്ചത്. വരും ദിവസങ്ങളിലും രൂപ കൂടുതൽ കരുത്ത് കൂട്ടുമെന്നാണ് കരുതുന്നത്. ഇന്ന് മാത്രം 68 പൈസയുടെ മുന്നേറ്റമാണ് രൂപ നടത്തിയത്. അടുത്ത മാസം ശമ്പളം കിട്ടുന്നവർ ആവശ്യത്തിന് മാത്രം നാട്ടിലേക്ക് അയക്കുകയും ബാക്കി മൂല്യത്തിലുള്ള വ്യത്യാസം പരിശോധിച്ച ശേഷം അയക്കുകയുമാണ് ചെയ്യാൻ സാധ്യതയെന്ന് കറൻസി എക്സ്ചേഞ്ച് ജീവനക്കാർ പറയുന്നു. ഇറാൻ ഇസ്രായേൽ യുദ്ധം തുടങ്ങിയ വേളയിൽ ഡോളർ കരുത്ത് വർദ്ധിച്ചിരുന്നു. രൂപ മൂല്യം ഇടിയുകയും ചെയ്തിരുന്നു. ഈ വേളയിൽ അസാധാരണമായ രീതിയിൽ പ്രവാസികൾ നാട്ടിലേക്ക് പണം അയച്ചു എന്ന് മണി എക്സ്ചേഞ്ച് രംഗത്ത് പ്രവർത്തിക്കുന്നവർ പറയുന്നു. ഇന്ത്യൻ രൂപ കഴിഞ്ഞ ദിവസങ്ങളിൽ 5 മാസത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കിലെത്തിയിരുന്നു. ഇന്ന് ഒറ്റയടിക്ക് മുന്നേറി. എണ്ണവില കുറഞ്ഞതാണ് പ്രധാന കാരണം. ബ്രന്റ് ക്രൂഡ് വില 2% ഇടിഞ്ഞു. ഇത് പണപ്പെരുപ്പം, ഇറക്കുമതി ചെലവ് എന്നതിലുള്ള ആശങ്ക നീക്കി. വെടിനിർത്തൽ കരാർ നിലവിൽ വന്നത് വിപണിക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു. വ്യാപാരവും നിക്ഷേപവും പഴയ പോലെ നടക്കുമെന്ന തോന്നലുണ്ടാക്കി. ഓഹരി വിപണികൾ കുതിക്കുകയും ചെയ്തു. എണ്ണവില കുറഞ്ഞത് വിപണിക്ക് നൽകുന്ന ഊർജം ചെറുതല്ലെന്ന് പെപ്പർ സ്റ്റോണിന്റെ ക്രിസ് വെസ്റ്റേൺ പറയുന്നു. സെൻസെക്സ് 930 പോയിന്റും നിഫ്റ്റി 279 പോയിന്റുമാണ് വർദ്ധിച്ചത്. ഹോർമസ് കടലിടുക്ക് വഴിയുള്ള വ്യാപാരം തടയുമെന്ന് കഴിഞ്ഞ ദിവസം ഇറാൻ സൂചിപ്പിച്ചിരുന്നു. ഇത് ആഗോള സമൂഹത്തിന്റെ വലിയ ആശങ്കയുണ്ടാക്കി. വ്യാപാരം പ്രതിസന്ധിയിലായാൽ ആവശ്യ വസ്തുക്കൾക്ക് വില കൂടുകയും ജനങ്ങൾ ദുരിതത്തിലാകുകയും ചെയ്യുമായിരുന്നു. ഈ ആശങ്കയാണ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചതോടെ നീങ്ങിയത്. ഇനി അമേരിക്കൻ കേന്ദ്ര ബാങ്കിന്റെ പലിശ നിരക്ക് പ്രഖ്യാപനത്തെ അടിസ്ഥാനപ്പെടുത്തിയാകും കറൻസികളുടെ വിനിമയ നിരക്കിലെ മാറ്റം.